അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 13-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. But I trust in your unfailing love. My heart rejoices in your salvation എന്നാണ് NIV ഇംഗ്ലീഷ് വേർഷനിൽ ഇതേ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കരുണ എന്ന വാക്കിനെ അൺഫെയിലിംഗ് ലവ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്ന് സാരം. പരാജയപ്പെടാത്ത സ്നേഹം, വറ്റിപ്പോകാത്ത സ്നേഹം എന്നെല്ലാം അതിന് അർത്ഥമുണ്ട്. മനുഷ്യരുടെ സ്നേഹം പ്രതിഫലം ഇച്ഛിക്കുന്നതാണ്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത ആദ്യം വലിയ സ്നേഹമായിരിക്കും, എന്നാൽ ക്രമേണ സ്നേഹത്തിൻ്റെ ആഴം കുറയുകയും ഒടുവിൽ വറ്റി വരളുകയും ചെയ്യും. പരാജയപ്പെടുന്ന സ്നേഹമാണ് മനുഷ്യരുടെ സ്നേഹം. സ്നേഹത്തിൻ്റെ ഉറവ നിന്നു പോകുന്ന സ്നേഹമാണ് മനുഷ്യരുടേത്. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മനുഷ്യരായി നമുക്കതിനെ കഴിയൂ. എന്നാൽ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവയുടെ ഉടമസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരിക്കൽ കായൽ തീരത്തുള്ള തൻ്റെ സ്നേഹിതൻ്റെ ഭവനത്തിൽ സന്ദർശനം നടത്തിയ കൂട്ടുകാരനെ സ്നേഹിതൻ കാറ്റുകൊള്ളുന്നതിനായി തൻ്റെ വീടിൻ്റെ ടെറസിൽ കൊണ്ടുപോയി. അവിടെ ഫിറ്റ് ചെയ്തിരുന്ന ഒരു കാറ്റാടി കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ചില വാക്കുകൾ എഴുതി വച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ അത് ദൈവം സ്നേഹമാകുന്നു എന്നാണെന്ന് താൻ മനസ്സിലാക്കി. സ്നേഹിതനോട് കൂട്ടുകാരൻ ചോദിച്ചു, കാറ്റാടിയിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണെന്ന്. അതിനുത്തരമായി സ്നേഹിതൻ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: കാറ്റ് ഏത് ദിശയിൽ നിന്ന് എത്ര ശക്തിയോടെ അടിച്ചാലും ദൈവം സ്നേഹം തന്നെയാകുന്നു എന്നായിരുന്നു. ഏതെല്ലാം മനുഷ്യർ യേശുവിനെ വളഞ്ഞു നിന്ന് ആക്രമിച്ചാലും യേശുവിലുള്ള സ്നേഹം മാത്രമേ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ടാണ് തൻ്റെ ചങ്കിൽ കുന്തം കുത്തിയിറക്കുമ്പോഴും യേശു പ്രാർത്ഥിച്ചത്, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയാകിയാൽ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. യേശുവിൻ്റെ ആ വറ്റിപ്പോകാത്ത പരാജയപ്പെടാത്ത സ്നേഹത്തിൽ ആണ് സങ്കീർത്തനക്കാരൻ ആശ്രയിക്കുന്നത്. ആ സ്നേഹത്തിൽ നാം ആശ്രയിച്ചാൽ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. ആരെല്ലാം നമ്മെ മറന്നാലും നമ്മെ മറക്കാത്ത നാഥനാണ് കർത്താവായ യേശു ക്രിസ്തു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. പാപം മൂലം ദൈവദൃഷ്ടിയിൽ നിന്നും മാറിപ്പോയ, പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ നമ്മുടെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും കാണാതെ പോയ അവസ്ഥയിൽ നിന്നും തേടിയെത്തി രക്ഷിച്ചവനാണ് യേശു. അതിനായി അവന് ചിലവായത് അവൻ്റെ മുഴു രക്തവും അവൻ്റെ ജീവനുമാണ്. കാരണം ജീവനേക്കാൾ ഉപരിയായി അവൻ നമ്മെ സ്നേഹിച്ചു. കാണാതെ പോയ ഒരു ആട്ടിൻകുട്ടിക്ക് വേണ്ടി വേദനയോടെ അലഞ്ഞു നടന്ന ഒരു ഇടയനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്: തൻ്റെ ആട്ടിൻകുട്ടിയെക്കുറിച്ചുള്ള ചിന്ത ആ മനുഷ്യന് തകർത്ത് കളഞ്ഞു. നല്ല തണുപ്പുള്ള ആ ദിവസം, സന്ധ്യയോടടുത്ത സമയം, ആട്ടിൻകുട്ടിയെ തിരഞ്ഞ് ഇടയൻ നടക്കുകയാണ്. ഇത് കണ്ട ആ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരുന്ന പട്ടാള മേധാവി വിവരമറിഞ്ഞപ്പോൾ തൻ്റെ ട്രൂപ്പിലെ ക്യാമ്പിന് വന്നിരുന്ന എല്ലാ പട്ടാളക്കാരോടും പറഞ്ഞു, ആ ഇടയൻ്റെ ആട്ടിൻകുട്ടിയെ തിരഞ്ഞ് കണ്ടുപിടിക്കണം എന്ന്. എല്ലാവരും വളരെ നേരം തിരഞ്ഞെങ്കിലും പകൽ സമയത്തെ കഠിനമായ പരേഡിൻ്റെ ക്ഷീണം മൂലം രാത്രി അല്പസമയം തിരഞ്ഞ് ആട്ടിൻകുട്ടിയെ ലഭിച്ചില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോഴും അവരുടെ പട്ടാള ഓഫീസർ വളരെ രാത്രിയായിട്ടും മടങ്ങി വന്നിരുന്നില്ല. ഒടുവിൽ എല്ലാ പട്ടാളക്കാരും കൂടി അവരുടെ മേധാവിയെ അന്വേഷിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു. നേരം വെളുത്തു തുടങ്ങിയെങ്കിലും പട്ടാള മേധാവിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒടുവിൽ ഒരാൾ അദ്ദേഹത്തെ വനത്തിൻ്റെ ഉൾഭാഗത്ത് കണ്ടെത്തി. ഓടി വന്ന് മറ്റു പട്ടാളക്കാരുമായി ചെന്നു. അവർ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കരൾ അലിയിക്കുന്നതായിരുന്നു. അവരുടെ പട്ടാള മേധാവി അവിടെ ഒരു വലിയ മരത്തിൻ ചുവട്ടിൽ ഗാഠനിദ്രയിലായിരുന്നു. തൻ്റെ കോട്ടിൻ്റെ ഉള്ളിൽ ഒരു കൊച്ച് ആട്ടിൻകുട്ടി തണുപ്പിൽ നിന്നും കോട്ടുമൂലം രക്ഷപ്പെട്ട് പട്ടാള ഓഫീസറിൻ്റെ അടുത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്നു. എല്ലാവരും അന്വേഷിച്ച് ക്ഷീണിച്ചു പോയെങ്കിലും പട്ടാള ഓഫീസർ ക്ഷീണിച്ചു പോയില്ല. കാരണം നഷ്ടപ്പെട്ട ആട്ടിൻകുട്ടിയെ തിരികെ പ്രാപിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാണാതെ പോയിരുന്ന നമ്മെ കർത്താവ് കണ്ടെത്തും വരെ അന്വേഷിച്ചു. അതിനവൻ കൊടുക്കേണ്ടി വന്ന വില വലിയതായിരുന്നു. നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നുകൊണ്ടാണ് യേശു സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് മേടിച്ചത്. നാം സങ്കീർത്തനക്കാരനെ പോലെ ആ യേശുവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ചാൽ നിശ്ചയമായും ആ സ്നേഹം
കല്ലറയ്ക്ക് അപ്പുറത്തേക്കും കടന്നു വന്ന് നമ്മെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിക്കും. ആ സ്നേഹം തിരയുന്ന ഏതൊരു വ്യക്തിയും അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുകയും സകലതും പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണമെന്ന് മാത്രം. സങ്കീർത്തനക്കാരൻ തുടർന്ന് പറയുകയാണ്, ഞാൻ നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും എന്ന്. എന്നാൽ 51 സങ്കീർത്തനത്തിൽ 12 വാക്യം നാം വായിച്ചാൽ, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയും. 13 സങ്കീർത്തനവും 51 സങ്കീർത്തനവും എഴുതിയത് ദാവീദാണ്. 13 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ രക്ഷയിൽ ആനന്ദിച്ചിരുന്ന ദാവീദ് 51 സങ്കീർത്തനത്തിൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടവനായി തീർന്നതിന് കാരണം ദാവീദിൻ്റെ പാപമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമുക്ക് രക്ഷ സൗജന്യമായാണ് തന്നിരിക്കുന്നത്. നാം അതിനുവേണ്ടി വില കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നാം എത്ര വില കൊടുത്താലും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ നമുക്ക് ലഭ്യമാകുമായിരുന്നില്ല. അത് വിലയേറിയതാണ്. ഇത്ര വലിയ രക്ഷയെന്നാണ് ബൈബിൾ ആ രക്ഷയെ വിശേഷിപ്പിക്കുന്നത്. വിലയേറിയ ആ രക്ഷ നമുക്ക് നേടിത്തരുവാൻ ദൈവത്തിന് തൻ്റെ ഓമന കുമാരനെയും യേശുവിനെ അവൻ്റെ അവസാന തുള്ളി രക്തവും ജീവനും നമുക്ക് വേണ്ടി യാഗമാക്കേണ്ടി വന്നു. ആ രക്ഷ സ്ഥിരമായ രക്ഷയാണ്. ദൈവം അത് തരാതിരിക്കുകയില്ല. ആ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കാരണം ആ രക്ഷ നമുക്ക് ലഭ്യമാക്കുവാൻ യേശു കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു. തന്നെയുമല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി അഡ്വാൻസായി തരികയും ചെയ്തു. എന്നാൽ നമുക്ക് യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ രക്ഷണ്യ പ്രവർത്തനത്തിനായി കഴിച്ച ശരീരയാഗം ഫലകരമാകണമെങ്കിൽ നാം ആ യാഗത്തിൽ വിശ്വസിക്കുകയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം മുങ്ങി യേശുവിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും കറയും ചുളുക്കവും ഇല്ലാത്തവരായി പാപം കൂടാതെ ജീവിച്ച് യേശുവിൻ്റെ മടങ്ങി വരുവാനായി കാത്തിരിക്കുകയും വേണം. അപ്രകാരം ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ സന്തോഷമോ ഒരിക്കലും നഷ്ടമാവുകയില്ല. എന്നാൽ ഒരിക്കൽ നാം യേശുവിൻ്റെ മഹാപാപപരിഹാര ബലിയായ ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കുകയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും യേശുവിനെ അനുസരിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും സ്വർഗീയ സന്തോഷമായ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും പാപം ചെയ്താൽ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവൻ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തെ ചവിട്ടിക്കളയുന്നവരും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവരും ആകയാൽ വീണ്ടും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു മാർഗവും ശേഷിക്കുന്നില്ല എന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. തന്നെയുമല്ല ഇബ്രായർക്കെഴുതിയ ലേഖനം 2 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, വല്ലപ്പോഴും പാപം ചെയ്ത് നശിച്ചു പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ ഇങ്ങനെ തെറ്റി ഒഴിയും. എബ്രായർക്കെഴുതിയ ലേഖനം 2 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ഈ വാക്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ദൈവം ക്രൂശിൽ കൂടി നമുക്ക് ഒരുക്കിയ രക്ഷ നമ്മിൽ നിന്നും ആർക്കും എടുത്തു കളയുവാൻ കഴിയുകയില്ല. ആ ദൈവത്തിൻ്റെ രക്ഷ സ്ഥിരമാണ്. ആഷുറൻസ് ഉള്ള സാൽവേഷനാണ് ദൈവം കാൽവരി ക്രൂശിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കിയത്. കേരളത്തിൽ നിന്നുള്ള ഒരു യാത്രക്കാരൻ അമേരിക്കയിൽ പോകുവാൻ പാസ്പോർട്ട് എടുത്ത് എയർപോർട്ടിൽ പോയി വെയിറ്റ് ചെയ്താൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അമേരിക്കയിൽ പോകുവാനുള്ള വിമാനം അവിടെ ഒരുങ്ങിക്കിടക്കുന്നുണ്ട്, അത് ഷുവറാണ്. എന്നാൽ ആ വിമാനത്തിൽ കയറണമെങ്കിൽ അമേരിക്കൻ വിസ ഏറ്റവും അത്യാവശ്യമാണ്. എല്ലാ പേപ്പേഴ്സുകളും കറക്റ്റായിരിക്കണം. എന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് അമേരിക്കയിൽ ചെല്ലുവാൻ കഴിയുകയുള്ളൂ. എന്ന പോലെ തന്നെ മനുഷ്യവർഗത്തിന് ഉറപ്പേറിയ ഒരു രക്ഷകർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ രക്ഷ കരസ്ഥമാക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യർ ചെയ്യണമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ നാം അതെല്ലാം അനുസരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം.
എന്നാൽ നിശ്ചയമായും നമുക്ക് ദൈവത്തിൻ്റെ രക്ഷയിൽ സന്തോഷിക്കുവാൻ കഴിയും. ദാവീദിനെ പോലെ നാം പാപത്തിൽ വീണാൽ ദൈവമൊരുക്കിയ രക്ഷ നമുക്ക് മാത്രം നഷ്ടമാകും. രക്ഷ നമുക്ക് നഷ്ടമായാൽ രക്ഷയുടെ സന്തോഷം നമ്മിൽ നിന്നും നഷ്ടമാകും. പിന്നെ ആത്മീയ ജീവിതം വിരസമായി തീരുകയും സകലത്തിനും നാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും ആയിത്തീരുന്നു. അനന്തരഫലമോ പാപബോധം ഇല്ലാത്ത അവസ്ഥയിൽ നാം എത്തിച്ചേരുകയും നല്ല മനസാക്ഷി നമ്മിൽ നിന്നും നീങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് 13-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നമുക്ക് ദൈവത്തിൻ്റെ രക്ഷയിൽ സന്തോഷിക്കാം. നാം പാപം ചെയ്യുക വഴി ദൈവം നമുക്ക് കാൽവരി ക്രൂശിലൂടെ ഒരുക്കിയ രക്ഷ നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പാക്കി നമുക്ക് ജീവിക്കാം. ആ രക്ഷയുടെ സന്തോഷം നാം മരിച്ചാലും നമ്മെ പിന്തുടരും. ആ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് ബൈബിൾ വായിക്കുകയും നാം എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിളിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നുവോ അപ്രകാരം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. രക്ഷയുടെ സന്തോഷം ലഭ്യമാകാത്തവർക്ക് എത്രയും വേഗം രക്ഷയുടെ സന്തോഷം ലഭ്യമാകുവാൻ തക്കവണ്ണം അങ്ങയുടെ വചനം പ്രമാണിക്കുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും മടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.